പറയുന്നൊരു കാര്യം ടീച്ചിങ് ലേണിംഗ് ഡിസ്റ്റിങ്ഷനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അക്വിസിഷൻ ലേണിംഗ് ഡിസ്റ്റിങ്ഷനും ഉണ്ട്. അപ്പോൾ ടീച്ചിങ് എന്താണ്, ലേണിംഗ് എന്താണ്, അക്വിസിഷൻ എന്താണ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ടീച്ചിങ് ലേണിംഗ് ഡിസ്റ്റിങ്ഷൻ പറയാം. Teaching is often defined as imparting of knowledge, usually in the formal context and in structured manner. It might be undertaken by professionals and will have definite methodology, objectives and approaches. Even the teaching of values by parents and teachers outside the classroom will have a certain objective and definite approach. ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്നത് നോളജ് ഇമ്പാർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് യൂഷ്വലി ഒരു ഫോർമൽ കോണ്ടെക്സ്റ്റിലും ഒരു സ്ട്രക്ചേർഡ് മാനറിലും ഒക്കെ ആയിരിക്കും. ഇത് മോസ്റ്റ്ലി കൈകാര്യം ചെയ്യുന്നത് പ്രൊഫഷണൽസ് ആയിരിക്കും. ഇത് കൈകാര്യം ചെയ്യാനായിട്ട് അതിൻ്റേതായ ഒരു ഡെഫിനിറ്റ് മെത്തഡോളജിയും ഒബ്ജക്റ്റീവും അപ്രോച്ചും ഒക്കെ ഉണ്ടായിരിക്കും. ഈ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഈ നോളജ് ഇൻഫർമേഷൻ ഓർ ഇമ്പോർട്ടിങ് നോളജ് എന്ന് പറയുന്നത് ഈ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല. ഈവൻ നമ്മുടെ ടീച്ചേഴ്സും പാരൻസും ഒക്കെ നമുക്ക് കുറേ മോറൽ വാല്യൂസ് ഒക്കെ പറഞ്ഞു തരുമല്ലോ ക്ലാസ്സിന് പുറത്ത്. അതിനൊക്കെ പോലും ഒരു ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവും ഡെഫിനിറ്റ് അപ്രോച്ചും ഒക്കെ ഉണ്ട്. അതായത് അത് നമുക്ക് പറഞ്ഞു തരാൻ ഒരു പെർട്ടിക്കുലർ അപ്രോച്ച് ഉണ്ട്, അത് പറഞ്ഞു തരുന്നത് കൊണ്ട് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ട്, എല്ലാം ഉണ്ട്. Learning on the other side is defined as the conscious or unconscious acquisition of knowledge or skill. It may or may not be formal and structured, may or may not be have specific objects, methodology and approach. അതായത് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് മെത്തഡോളജിയിലോടുകൂടി സ്പെസിഫിക് അപ്രോച്ചിലോടുകൂടി സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നതിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം ലേണിംഗ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആയോ അൺകോൺഷ്യസോ ആയ നോളജിൻ്റെയും സ്കിൽസിൻ്റെയും അക്വിസിഷനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് മേ ഓർ മേ നോട്ട് ബി ഫോമൽ ആയിരിക്കാം, ചിലപ്പോൾ സ്ട്രക്ചേർഡ് ആയിരിക്കാം, ചിലപ്പോൾ ഫോമലും സ്ട്രക്ചേർഡൊന്നും അല്ലായിരിക്കാം, ചിലപ്പോൾ അതിന് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സും മെത്തഡോളജിയും അപ്രോച്ചും കാണാം, ചിലപ്പോൾ ഇല്ലാണ്ടും ഇരിക്കാം. പ്രത്യേകിച്ചുള്ള ഒബ്ജക്റ്റീവോ മെത്തഡോളജി അപ്രോച്ചോ ഒന്നും ഇല്ലാതെയും learning possible ആണ്. It is important to remember that all teaching have learning as its objective, but not all teaching may result in learning. Learning can take place without teaching, but teaching will not be effective unless learning happens, which is why the recent slogan have been gaining popularity that in the classroom the learner is the king and the teacher should be only a facilitator. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ടീച്ചിങ്സിനും ലേണിംഗ് ആണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. അതായത് ആര് എന്ത് പഠിപ്പിച്ചാലും ടീച്ചിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആണ്, എന്തെങ്കിലും കാര്യം പഠിപ്പിക്കുക എന്നതാണ്. പക്ഷേ എല്ലാ ടീച്ചിങ്സും ലേണിങ്സിൽ റിസൾട്ട് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ, എല്ലാ ടീച്ചിങ്സും മേ ബി ഫ്രൂട്ട്ഫുൾ ആവണമെന്നില്ല, അതായത് അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ലേണിംഗ് ഉണ്ടാവണം എന്നില്ല. പക്ഷേ ലേണിംഗ് ടീച്ചിങ് ഇല്ലാണ്ടും ഉണ്ടാകാം. പക്ഷെ ടീച്ചിങ് എഫക്റ്റീവ് ആവണമെങ്കിൽ ലേണിംഗ് വേണം. നല്ല മനസ്സിലായോ? അതായത് ഒരാൾ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് ആ കാര്യം ഇൻഫർമേഷൻ നോളജ് അയാൾ ലേൺ ചെയ്യണം എന്ന് തന്നെയാണ്. അതായത് എല്ലാ ടീച്ചിങ്ങിൻ്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ് ലേണിംഗ് ആണ്. പക്ഷേ എല്ലാ ടീച്ചിങ്ങും ലേണിങ്ങിൽ റിസൾട്ട് ചെയ്യണം എന്നില്ല. ചിലപ്പോൾ ഇവർ പഠിപ്പിച്ചു കൊടുത്താലും അവിടെ അത് കറക്റ്റായിട്ട് എത്താണ്ടിരിക്കാം. അപ്പോൾ പഠിപ്പിച്ചു കൊടുത്തിട്ടും ലേണിംഗ് അവിടെ സംഭവിക്കാണ്ടിരിക്കാം. അതുപോലെ തന്നെ ആരും പഠിപ്പിക്കാണ്ടും ലേണിംഗ് സംഭവിക്കാം. ലേണിംഗ് ക്യാൻ ടേക്സ് പ്ലേസ് വിത്തൗട്ട് ടീച്ചിങ്. ആരും പഠിപ്പിച്ചു കൊടുക്കാണ്ടും കാര്യങ്ങൾ പഠിക്കാം. പക്ഷേ ടീച്ചിങ് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. ഒരു ടീച്ചിങ് ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ അവിടെ ഒരു ലേണിംഗ് ഉണ്ടാവണം, എന്നാലേ ടീച്ചിങ് ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. പക്ഷെ ചിലപ്പോഴെങ്കിലും ലേണിംഗ് ഈ ടീച്ചിങ്ങിൻ്റെ റിസൾട്ടായിട്ട് അവിടെ ഒരു ലേണിംഗ് സംഭവിക്കാതിരിക്കാറുമുണ്ട്. അപ്പോൾ എന്താണ്, ആ ടീച്ചിങ് പ്രോസസ്സ് വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റീസെൻറ്റ് സ്ലോഗനെ കുറിച്ച് പറയുന്നുണ്ട്, ക്ലാസ് റൂമിൽ ലേണറാണ് കിങ്, ടീച്ചർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ഞാൻ ഇന്ന് ഈ മൊഡ്യൂൾ തീർക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ കളിച്ചിരുന്ന് കുറച്ചേ പഠിച്ചുള്ളൂ. ബാക്കി ഇപ്പോൾ പഠിക്കാന്ന് വെച്ചാൽ എനിക്ക് തലവേദന എടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതും കൂടെ പറഞ്ഞു തീർത്തിട്ട് നാളെ നമുക്ക് സെറ്റാക്കാം. ഈ ഒരു മൊഡ്യൂൾ പിന്നെ 2 ദിവസം കൂടെ ശരിയാക്കാം. അപ്പോൾ നമുക്ക് അക്വിസിയേഷൻ അല്ലെങ്കിൽ ലേണിംഗ് ഡിസ്റ്റിങ്ഷൻ നോക്കാം.
Acquisition in SLA generally means the internalization of a linguistic system. It is Stephen Krashen who famously drew the distinction between language acquisition and language learning in 1970s. For whom learning refers to the conscious efforts and learning rules from books and teachers that results in a particular kind of knowledge system. For instance, when learners are taught to add s to third person singular subjects and then practice this rule, then it is called learning. For example, he reads. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ജനറലി മീൻ ചെയ്യുന്നത് ഇൻറ്റേർണലൈസേഷൻ ഓഫ് എ ലിംഗ്വിസ്റ്റിക് സിസ്റ്റം ആണ്. ഇത് സ്റ്റീഫൻ ക്രഷേൻ KRASHEN എന്ന് പറയുന്ന പുള്ളിയാണ് ലാംഗ്വേജ് ലേണിങ്ങിൻ്റെയും ലാംഗ്വേജ് അക്വിസിഷനും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ രണ്ടും ഒന്നല്ല, വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പുള്ളിക്കാരനാണ് 1970s. അയാളെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോൺഷ്യസ് എഫേർട്ടാണ്. ഒരു സെറ്റ് ഓഫ് റൂൾസ് പഠിച്ചെടുക്കാനുള്ള, ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഒരു കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് പഠിച്ചെടുക്കാനുള്ള ഒരു കോൺഷ്യസ് എഫേർട്ടാണ് ഈ ക്രഷനെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ നോളജ് സിസ്റ്റം അയാൾക്ക് ഉണ്ടാവും. ആൻഡ് ഹി ക്രിയേറ്റ്സ് teaches that result in a particular kind of knowledge system. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലേണറിനെ പഠിപ്പിക്കുകയാണ്, ഒരു തേർഡ് പേഴ്സൺ സിംഗുലാർ സബ്ജക്റ്റ് വരുമ്പോൾ ഒരു എസ് ആഡ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ ആ റൂൾ ഇങ്ങനെ പഠിക്കും, എന്നിട്ട് അയാൾ ഒരുപാട് തവണ അത് പ്രാക്ടീസ് ചെയ്യും. ആൻഡ് ദെൻ പ്രാക്ടീസ് ദിസ് റൂൾ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഹി റീഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. Acquisition is different from learning. According to Krashen, acquisition involves processes by which learners internalize language from exposure to input. To acquire third-person as learners would need to hear a lot of third-person verbs in context as a part of communication of information. Acquisition എന്ന് പറയുന്നത് ലേണിംഗിന് ഡിഫറെൻ്റ് ആണ്. ക്രഷനെ സംബന്ധിച്ചിടത്തോളം അക്വസിഷനിൽ കുറേ പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ലേണർ എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജിനെ ഇൻറ്റേർണലൈസ് ചെയ്യുന്നത് ഫ്രം എക്സ്പോഷർ ടു ഇൻപുട്ട്. According to Krashen, acquisition involves processes by which learners internalize language from exposure to input. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യണം എന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മറ്റേത് ലേൺ ചെയ്യാണ്, കോൺഷ്യസ് ആയിട്ട് ആ റൂൾസ് ലേൺ ചെയ്യാണ്. അല്ല നമ്മൾ അക്വയർ ചെയ്യണമെങ്കിൽ എന്താണ്, ലേണർ വുഡ് നീഡ് ടു ഹിയർ എ ലോട്ട് ഓഫ് തേർഡ് പേഴ്സൺ വേർബ് ഇൻ കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കുറേ തേർഡ് പേഴ്സൺ വേർബിൻ്റെ കോണ്ടെക്സ്റ്റ് കുറേ തവണ ഇങ്ങനെ കേട്ട് നമ്മളത് ആ നോളജ് നമ്മൾ എസ് ആഡ് ചെയ്യണം എന്നുള്ള സാധനം അക്വയർ ചെയ്യാണ് ചെയ്യുന്നത്. ആസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇങ്ങനെ കേട്ട് കുറേ തവണ കേട്ട് നമ്മളത് അക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്. ഇപ്പം ഗ്രാമറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ എഴുതുമ്പോൾ ആൻസർ ശരിയായിരിക്കും, പക്ഷേ എനിക്കിതിൻ്റെ സെറ്റ് ഓഫ് റൂൾസ് ഒന്നും കറക്റ്റായിട്ട് അറിയാനൊന്നും പാടില്ല. അതൊക്കെ ചോദിച്ചാൽ ഞാൻ 3G ആവും. അപ്പോൾ പക്ഷേ ഞാനിങ്ങനെ വായിക്കുമ്പോൾ ഇവിടെ ഇതല്ലേ വരുന്നത്, ഇതേ വരത്തുള്ളൂ, ഇതേ ശരിയാവും. അത് അക്വസിഷനാണ്. നമ്മൾ ഒരുപാട് കേട്ട് നമ്മളതിൽ ആ നോളജ് നമുക്ക് അക്വയർഡ് ആയതാണ്, നമ്മൾ ലേൺ ചെയ്തെടുത്തതല്ല. For Krashen, acquisition is more fundamental. His claim is that learning is limited in terms of what learners can do with explicit information, that ultimately communication involves tapping into the acquired linguistic system and not to the learned linguistic system. അത് ഒന്നുമില്ല, മനസ്സിലായല്ലോ. ലേണിംഗ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് ഇൻ ടേംസ് ഓഫ് എന്താണ്, വാട്ട് ലേണേഴ്സ് ക്യാൻ ഡു വിത്ത് എക്സ്പ്ലിസിറ്റ് ഇൻഫർമേഷൻ. അൾട്ടിമേറ്റ്ലി കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇൻവോൾവ്സ് എന്താണ്, ടാപ്പിംഗ് ഇൻ ടു അക്വേർഡ് ലിംഗ്വിസ്റ്റിക് സിസ്റ്റം ആണ്, ലേൺഡ് ലിംഗ്വിസ്റ്റിക് സിസ്റ്റം അല്ല. Presented first as a research paper and later developed into a book called Principles and Practices in Second Language Acquisition, Krashen propounded the acquisition learning distinction involved in L2 learning through the famous monitor model, which comprised 5 hypotheses. ആദ്യം ഇതൊരു റിസർച്ച് പേപ്പർ ആയിട്ടാണ് വരുന്നത്, പിന്നെ ലേറ്റർ ഒരു ബുക്കായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബുക്കിൻ്റെ പേര് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഇൻ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. ഇതിലാണ് 1982 വരുന്നത്. ഇതിലാണ് ക്രഷൻ പ്രൊപ്പോൺ ചെയ്യുന്നത് എന്തൊക്കെയാണ്, അക്വിസിഷൻ ലേണിംഗ് ഡിസ്റ്റിങ്ഷൻ. അതായത് L2 ലേണിങ്ങിൽ സെക്കൻഡറി ലാംഗ്വേജിൻ്റെ ലേണിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന
അക്വിസേഷൻ, ലേണിംഗ്, ഡിസ്റ്റിങ്ഷൻ ഒക്കെ ഇതിലാണ് പുള്ളി പറയുന്നത്. ത്രൂ ദ ഫേമസ് മോണിറ്റർ മോഡൽ. മോണിറ്റർ മോഡലിന് 5 ഹൈപ്പോത്തസിസ് ഉണ്ട്. ഇതൊക്കെ ഇന്ന് പഠിക്കണം എന്ന് വെച്ചാണ്, പക്ഷെ നടന്നില്ല. ഈ 5 ഹൈപ്പോത്തസിസ് ഒക്കെ നമുക്ക് നാളെ നോക്കാം. ബാക്കി നാളെ നോക്കാം, കുറച്ചുണ്ട്. അപ്പോൾ നാളെ ഈ ഒരു മൊഡ്യൂൾ തീർക്കാം. പിന്നെ ഒരു 4 മൊഡ്യൂളുണ്ട്. പിന്നെ ഒരു 3 ദിവസം കൂടി. അല്ല, 4 മൊഡ്യൂളല്ലേ? 4 മൊഡ്യൂൾ. അത് നമുക്ക് തീർക്കാം. നാളെ ഞാൻ രാവിലെ പഠിക്കും. ഇന്നലെ 5 ഹൈപ്പോത്തസിസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആദ്യം ഇത് പ്രസൻറ്റ് ചെയ്ത ഒരു റിസർച്ച് പേപ്പർ അയച്ചാണ്. പിന്നെ ഒരു ബുക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. ബുക്കിൻ്റെ പേര് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഇൻ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്നാണ്. 1982 വന്ന ബുക്കാണ്. അതിൽ 5 ഹൈപ്പോത്തസിസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ആ ഹൈപ്പോത്തസിസ് 5 ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് വന്ന് ദ ഇൻപുട്ട് ഹൈപ്പോത്തസിസ്. This states that learners progress in their knowledge of the language when they comprehend language input that is slightly more advanced than their current level. Krashen called this level of input I+1, where I is the learner's interlanguage and +1 is the next stage of language acquisition. അപ്പോൾ ആദ്യത്തേത് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് ആണ്. ഇൻപുട്ട് ഹൈപ്പോത്തസിസ് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഭാഷയിൽ നമുക്കുള്ള നോളജ്, അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ് വെൻ ദേ കോംപ്രിഹെൻഡ് ലാംഗ്വേജ് ഇൻപുട്ട്. ആൻഡ് അത് എങ്ങനെയാണ്, നമുക്ക് ഇപ്പോൾ ഉള്ള ലാംഗ്വേജ് നോളജിനേക്കാളും സ്ലൈറ്റ്ലി മോഡിഫൈഡ് ആണ്, സ്ലൈറ്റ്ലി മോർ അഡ്വാൻസ്ഡ് ദാൻ ദെയർ കറന്റ് ലെവൽ. ക്രഷാൻ ഇതിനെ ഡിഫൈൻ ചെയ്ത് I+1 എന്നാണ്. I എന്ന് പറയുന്നത് ലേണറിൻ്റെ ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. ഈ +1 എന്ന് പറയുന്നതാണ് അഡ്വാൻസ്ഡ് ലെവൽ, അതായത് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. അടുത്ത് വരുന്നത് ദ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ്. The acquisition learning hypothesis claims that there is a strict separation between acquisition and learning. Krashen saw acquisition as a purely subconscious process and learning as a conscious process, and claimed that improvement in language ability was only dependent upon acquisition and never on learning. അപ്പോൾ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ് പറയുന്നത് ലേണിങ്ങും അക്വിസിഷനും തമ്മിലൊരു സ്ട്രോങ് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് കോൺഷ്യസ് പ്രോസസ്സും അക്വിസിഷൻ ഒരു അൺകോൺഷ്യസ് പ്രോസസ്സുമാണ്. അപ്പോൾ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ലാംഗ്വേജ് എബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ലേണിങ്ങിലല്ല, അക്വിസിഷനിലാണ്. നമുക്കൊരു ലാംഗ്വേജിൽ നമുക്കുള്ള എബിലിറ്റി കൂടണമെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ലാംഗ്വേജിൻ്റെ ലേണിംഗ് അല്ല, ലാംഗ്വേജിൻ്റെ അക്വിസിഷൻ ആണെന്നാണ് അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇത് വന്നിട്ട് ദ മോണിറ്റർ ഹൈപ്പോത്തസിസ്. The monitor hypothesis states that consciously learned languages can only be used to monitor language output. It can never be the source of spontaneous speech. അപ്പോൾ മോണിറ്റർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ കോൺഷ്യസ് ആയിട്ട് പഠിച്ചെടുത്ത ഒരു ലാംഗ്വേജ് അത് നമുക്ക് എന്തിനു മാത്രമേ ഉപകാരപ്പെടുള്ളൂ, ഒരു ലാംഗ്വേജ് ഔട്ട്പുട്ടിനെ മോണിറ്റർ ചെയ്യാൻ മാത്രമേ ഉപകാരപ്പെടുള്ളൂ. അല്ലാണ്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ട് പഠിച്ചെടുത്ത ഒരു ലാംഗ്വേജ് ഒരിക്കലും ഒരു സ്പോണ്ടേനിയസ് സ്പീച്ചിൻ്റെ സോഴ്സ് ആവില്ല എന്നാണ് പറയുന്നത്. ഇനി ദ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്. The natural order hypothesis states that language is acquired in a particular order and that this order does not change between learners and is not affected by explicit instruction. അപ്പോൾ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് പറയുന്നത് എന്താണ്, ലാംഗ്വേജിൻ്റെ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ്. ഈ ഓർഡർ ഡസ് നോട്ട് ചേഞ്ച് ബിറ്റ്വീൻ ലേണേഴ്സ് ആൻഡ് നോട്ട് affected by explicit instruction എന്നാണ് പറയുന്നത്. Affective filter hypothesis states that learners' ability to acquire language is constrained if they are experiencing negative emotions such as fear or embarrassment. At such times, the affective filter is set up to be up. അപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ, ഒരു ലേണറിന് ലാംഗ്വേജിനെ പഠിക്കാനുള്ള എബിലിറ്റി, അക്വയർ ചെയ്യാനുള്ള എബിലിറ്റി എന്ത് ചെയ്യും, കൺസ്ട്രെയിൻഡ് ആവും. എങ്ങനെയാണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് ഇമോഷൻ, പേടിയോ എംബറാസ്മെൻറ്റോ പോലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലാംഗ്വേജിനെ അക്വയർ ചെയ്യാനുള്ള എബിലിറ്റിയെ കൺസ്ട്രെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അതാണ് അഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തസിസ്. ഈ 5 ഹൈപ്പോത്തസിസ് ആണ് നമ്മുടെ ക്രഷാൻ്റെ 1982 പബ്ലിഷ് ചെയ്ത പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനിലുള്ളത്. ഇനി
നമ്മൾ ഇത്രയും ഹൈപ്പത്തസിസ് പറഞ്ഞല്ലോ, 5 പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഫണ്ടമെൻ്റൽ ഓഫ് ഓൾ ഹൈപ്പത്തസിസ് എന്ന് പറയുന്നത് അക്വിസിഷൻ ലേണിംഗ് ഡിസ്റ്റിങ്ഷൻ ഹൈപ്പത്തസിസ് ആണ്. അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പത്തസിസ് പറയുന്നതെന്ന് വെച്ചാൽ അഡൽട്സിന് 2 ഡിസ്റ്റിങ്ക്റ്റായ ഇൻഡിപെൻഡൻ്റായ ബേസ് ഉണ്ട്. എന്തിന്? ഓഫ് ഡെവലപ്പിംഗ് കോമ്പിറ്റൻസ് ഇൻ എ സെക്കൻഡ് ലാംഗ്വേജ്. അതായത് ഒരു സെക്കൻഡ് ലാംഗ്വേജിലെ കോമ്പിറ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു അഡൽറ്റിന് 2 വ്യത്യസ്തവും ഇൻഡിപെൻഡൻറ്റുമായ 2 വഴികളുണ്ട്. ആ വഴികൾ എന്തൊക്കെയാണ് എന്ന് സംസാരിക്കുകയാണ് നമ്മുടെ അക്വിസിഷൻ ലേണിംഗ് ഡിസ്റ്റിങ്ഷൻ ചെയ്യുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തെ വേ ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് ഒരു സിമിലർ പ്രോസസ്സാണ്. എന്തുമായിട്ട് സിമിലാരിറ്റി ഉള്ള പ്രോസസ്സാണ്? ഒരു ചൈൽഡ് അവൻ്റെ ഫസ്റ്റ് ലാംഗ്വേജിലെ എബിലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നോ അതുമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉള്ള ഒരു പ്രോസസ്സാണ് ആദ്യം പറഞ്ഞ ലാംഗ്വേജ് അക്വിസിഷൻ. ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ അതൊരു സബ് കോൺഷ്യസ് പ്രോസസ്സാണ്. അതായത് ഈ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്ന ആൾക്കാർ, അതായത് ലാംഗ്വേജ് അക്വയറേഴ്സ്, അവർ യൂഷ്വലി അവെയർ ആയിരിക്കില്ല ദാറ്റ് ദ ഫാക്ട് ദാറ്റ് ദേ ആർ അക്വയറിങ് എ ലാംഗ്വേജ്. അവരൊരു ലാംഗ്വേജിനെ അക്വയർ ചെയ്യുകയാണെന്നുള്ള കാര്യം അവർ ബോധപൂർവം ചെയ്യുന്നതല്ല. ആ ഒരു ഫാക്റ്റ് അവർ അവെയർ ആയിരിക്കില്ല. അവർക്ക് ആകെ അറിയുന്ന ഒരു കാര്യം എന്താണ്? ദേ ആർ യൂസിങ് ദാറ്റ് ലാംഗ്വേജ് ഫോർ ദ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത്ര മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി ഒരു ലാംഗ്വേജ് അവർ ഉപയോഗിക്കുന്നു. അതേസമയം ആ ലാംഗ്വേജിനെ അവർ അക്വയർ ചെയ്യുകയാണെന്ന ഫാക്ട്സ് അവരൊട്ടും അവെയർ ആയിരിക്കില്ല. അതൊരു സബ് കോൺഷ്യസ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് ഓഫ് ലാംഗ്വേജ് അക്വിസിഷനും സബ് കോൺഷ്യസ് ആയിരിക്കും. അതായത് അക്വേർഡ് കോമ്പിറ്റൻസ് സബ് കോൺഷ്യസ് ആയിരിക്കും. നമുക്ക് ആക്ച്വലി ഇങ്ങനെ അക്വയർ ചെയ്യുന്ന ഒരു ലാംഗ്വേജിൻ്റെ റൂൾസിനെ കുറിച്ചൊന്നും വളരെയധികം അവയർനെസ് ഉണ്ടാവില്ല. പക്ഷേ വി ഹാവ് എ ഫീൽ ഫോർ കറക്റ്റ്നെസ്. ഞാൻ എപ്പോഴോ പറഞ്ഞില്ലേ, എനിക്ക് ഗ്രാമർ ഒക്കെ അങ്ങനെയാണെന്ന്. ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത് അത് ഇതാണ് സംഭവം. അപ്പം എനിക്ക് റൂൾസിനെ കുറിച്ചൊന്നും അവെയറല്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഇത് ശരിയല്ല, ഇങ്ങനെ വരില്ലല്ലോ എന്നൊരു ഫീലും, അല്ലെങ്കിൽ ഇത് ശരിയാണ്, ഇത് കറക്റ്റാണ്, ഇങ്ങനെ തന്നെയാണ് വരുന്നത് എന്നൊരു ഫീലും ഉണ്ടാവും. ദാറ്റ് ഈസ് ഹാവ് എ ഫീൽ ഫോർ കറക്റ്റ്നെസ്. ഗ്രമാറ്റിക്കൽ സെൻറ്റൻസസ് സൗണ്ട് റൈറ്റ് ഓർ ഫീൽ റൈറ്റ് ആൻഡ് എറേഴ്സ് ഫീൽ റോങ്. പക്ഷേ നമ്മൾ ഏത് റൂളാണ് വയലേറ്റ് ചെയ്തത്, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ മേ ബി കോൺഷ്യസ്ലി അവെയർ ആയിരിക്കില്ല. അതർ വേ ഓഫ് ഡിസ്ക്രൈബിങ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് ലേണിംഗ്, ഇൻഫോർമൽ ലേണിംഗ് ആൻഡ് നാച്ചുറൽ ലേണിംഗ് ആണ്. നോൺ ടെക്നിക്കൽ ടേംസിൽ പറഞ്ഞാൽ അക്വിസിഷൻ മീൻസ് പിക്കിംഗ് അപ്പ് ഓഫ് എ ലാംഗ്വേജ്. അതാണ് ലാംഗ്വേജ് അക്വിസിഷൻ. അപ്പോൾ 2 വഴികളുണ്ട്. അതിൽ ആദ്യത്തേത് ലാംഗ്വേജ് അക്വിസിഷൻ ആണ്. ഇതിലുള്ളത് ഞാൻ വായിക്കാം. അതിൻ്റെ മലയാളം തന്നെയാണ് പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് വായിക്കാം. The first way is language acquisition, a process similar, if not identical, to the way children develop ability in their first language. Language acquisition is a subconscious process. Language acquirers are not usually aware of the fact that they are acquiring language, but are only aware of the fact that they are using the language for communication. The result of language acquisition or acquired competence is also subconscious. We are generally do not consciously aware of the rules of the language we have acquired. Instead, we have a feel for correctness. Grammatical sentences sound right or feel right, and errors feel wrong. Even if we do not consciously know what rule was violated, other way of describing acquisition include implicit learning, informal learning, and natural learning. In non-technical language acquisition, picking up a language. ഇനി അടുത്ത വേ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലേണിംഗ് ആണ്. നേരത്തെ അക്വിസിഷൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ ലേണിംഗ്. ഇത് തന്നെയാണ് ഇത്രയും നേരവും ആദ്യം മുതലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്വയർ ചെയ്യുന്നതും പിന്നെ നമ്മൾ ലേൺ ചെയ്യുന്നതും. സെക്കൻഡ് വേ ഓഫ് ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. അതായത് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. The second way to develop competence in a second language is by language learning. We will use the term learning henceforth to refer to conscious knowledge of a second language, knowing the rules, being aware of them, and being able to talk about them. In non-technical terms, learning is knowing about a language, known to most as grammar or rules. Some synonyms include formal knowledge of a language or explicit learning. Some second language theorists have assumed that children acquire while adults can only learn. The acquisition learning hypothesis claims, however, that adults also acquire, that the ability to pick up languages do not disappear at puberty. രണ്ടാമത്തെ വേ എന്ന് പറയുന്നത്
എന്താണ് ഒരു സെക്കൻഡ് ലാംഗ്വേജിൽ കോമ്പറ്റൻസി ഡെവലപ്പ് ചെയ്യാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ലാംഗ്വേജ് ലേണിംഗ് ആണ്. ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കോൺഷ്യസ് നോളജ് ആണ്, കോൺഷ്യസ് നോളജ് ഓഫ് എ സെക്കൻഡ് ലാംഗ്വേജ്. അതിലെ റൂൾസിനെ കുറിച്ച് നമുക്കറിയായിരിക്കും, റൂൾസിനെ കുറിച്ച് അവെയർ ആയിരിക്കും, റൂൾസിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്കറിയായിരിക്കും. നോൺ ടെക്നിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നോയിങ് അബൌട്ട് എ ലാംഗ്വേജ് ആണ്. അതായത് എങ്ങനെയാണ് നോയിങ് അബൌട്ട് എ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രാമേഴ്സും റൂൾസും ഒക്കെ അറിയുക എന്നതാണ്. ചില സെക്കൻഡ് ലാംഗ്വേജ് തിയറിസ്റ്റുകൾ പറയുന്നുണ്ടെന്ന് വെച്ചാൽ അഡൽട്ട്സിന് ലേൺ ചെയ്യാനേ പറ്റുള്ളൂ, കുട്ടികൾക്ക് മാത്രമേ അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഈ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ് പറയുന്നത് വെച്ചാൽ അഡൽട്ട്സിനും അക്വയർ ചെയ്യാം. അതായത് ഒരു ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഒന്നും പ്യൂബർട്ടി കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നില്ല. കുട്ടികൾക്ക് മാത്രമല്ല അഡൽട്ട്സിനും ഒരു പുതിയ ലാംഗ്വേജ് ലേൺ ചെയ്യാല്ലാണ്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. This distinction become particularly significant in ESL. For instance, there are options to take the learners to the acquisition level through the learning process. But in EFL, there is no relevance to acquiring the language, only the learning process is required because of the practical constraints such as time and scope of application. ELT എന്ന് പറയുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ particularly significant ആണ്. ELTയിൽ ഈ പറഞ്ഞ ഡിസ്റ്റിങ്ഷൻ പെർട്ടിക്കുലർലി സിഗ്നിഫിക്കൻ്റ് ആണ്. ESL എന്ന് വെച്ചാൽ ESL കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എന്തിനുള്ള ഓപ്ഷൻസ് ആണ്? ലേണേഴ്സിനെ അക്വിസിഷൻ ലെവൽ ലേണിംഗ് പ്രോസസ്സ് വഴി അക്വിസിഷനിൽ എത്തിക്കാൻ, ലേണിങ്ങിലൂടെ അക്വിസിഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വഴികളൊക്കെ നമ്മുടെ ESL ഉണ്ട്. ഇനി EFL നോക്കുകയാണെങ്കിൽ ഈ സംഭവത്തിൻ്റെ റിലവൻസേ ഇല്ല. അവിടെ റിലവൻസ് ലേണിങ്ങിന് മാത്രമേ ഉള്ളൂ. ഈ അക്വിസിഷന് EFL റിലവൻസേ ഇല്ല ഡ്യൂ ടു സം പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻസ് സച്ച് എസ് ടൈം ആൻഡ് സ്കോപ്പ് ഓഫ് ആപ്ലിക്കേഷൻ. ഇത്രയാണ് ഇതിലുള്ളത്. ഇനി വന്നിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് LT, ആസ്പെക്ട്സ്, സ്കൂൾസ് ഓഫ് തോട്ട്സ് ഒക്കെയാണ്. അത് നമുക്ക് ഇന്ന് തീർക്കാൻ നോക്കാം ഈ മൊഡ്യൂൾ.